ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന ശരീര അവയവം. കരൾ, ഹൃദയം, ബ്രെയിൻ, ശ്വാസകോശം. ഉത്തരം ബ്രെയിൻ. ശരീരത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന അവയവമാണ് തലച്ചോറ്. ശരീരത്തിൻ്റെ മൊത്തം ഓക്സിജൻ ഉപയോഗത്തിൻ്റെ ഏകദേശം 20% ഇത് ഉപയോഗിക്കുന്നു. ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് ഒരു ഹൈസ്കൂൾ കുട്ടി ഡിസൈൻ ചെയ്തത്? ഇന്ത്യ, ബ്രിട്ടൻ, നേപ്പാൾ, അമേരിക്ക. ഉത്തരം അമേരിക്ക. 1958 ഹൈസ്കൂളിലെ ജൂനിയർ വർഷത്തിൽ ഒരു അമേരിക്കൻ ചരിത്ര പ്രോജക്റ്റിനായി ബോബ് ഹെപ്റ്റ് 50 നക്ഷത്രങ്ങളുള്ള ഒരു പതാക സൃഷ്ടിച്ചു. ഒരു പ്രശ്നം ആ സമയത്ത് 48 സംസ്ഥാനങ്ങൾ മാത്രമേ അമേരിക്കയ്ക്കുണ്ടായിരുന്നുള്ളൂ എന്നതാണ്. പിന്നീട് 1960 ഹവായി, അലാസ്ക സംസ്ഥാനങ്ങളായപ്പോൾ ഇത് ദേശീയ പതാകയായി സ്ഥിരീകരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖല ഏത്? മക്ഡൊണാൾഡ്, പിസ്സ ഹട്ട്, KFC, ബർഗർ കിങ്. ഉത്തരം മക്ഡൊണാൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയാണ് മക്ഡൊണാൾഡ്സ്. ലോകമെമ്പാടും 40,000-ലധികം സ്ഥലങ്ങളിലും 100-ലധികം രാജ്യങ്ങളിലുമായി ഇതിൻ്റെ സാന്നിധ്യം ഉണ്ട്. ആദ്യമായി വിമാനം പറത്തിയ രാജ്യം? റഷ്യ, ജപ്പാൻ, ഇസ്രായേൽ, അമേരിക്ക. ഉത്തരം അമേരിക്ക. വിൽബറും ഓർവിൻ റൈറ്ററും ചേർന്ന് വിമാനം കണ്ടുപിടിച്ചത് അമേരിക്കൻ ചരിത്രത്തിലെ മഹത്തായ സംഭാവനകളിൽ ഒന്നാണ്. റൈറ്റ് സഹോദരന്മാരുടെ കണ്ടുപിടുത്തം വളരെ കാലമായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു സാങ്കേതിക പ്രശ്ന പരിഹാരം മാത്രമല്ല, പൂർണ്ണമായും പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്തു. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരം? വില്ലോ മരം, റെഡ്വുഡ്, പൈൻ, പേരാൽ. ഉത്തരം വില്ലോ മരം. ക്രിക്കറ്റ് ബാറ്റുകൾ പ്രധാനമായും നിർമ്മിക്കുന്നത് വില്ലോ മരം കൊണ്ടാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വില്ലോ. മറ്റു തരത്തിലുള്ള വില്ലോകളും ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇംഗ്ലീഷ് വില്ലോ അതിൻ്റെ ശക്തി, വഴക്കം, ക്രിക്കറ്റ് പന്തിൻ്റെ ആഘാതം ആഗിരണം ചെയ്യാനുള്ള കഴിവ് എന്നിവയാൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നു. മദ്യം കഴിക്കാൻ ഇഷ്ടമുള്ള മൃഗം ഏത്? കരടി, ആന, കുരങ്ങ്, ബീവർ. ഉത്തരം കുരങ്ങ്. കരീബിയൻ ദ്വീപായ സെൻറ്റ് കിറ്റ്സിലെ വെർവെറ്റ് കുരങ്ങുകൾക്ക് മദ്യവുമായി ഒരു നീണ്ട ചരിത്രമുണ്ട്. ഒരു കാലത്ത് റം വ്യവസായം വളർത്തിയ പുളിപ്പിച്ച കരിമ്പ് ഇവർ കഴിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബീച്ചുകളിൽ വിനോദസഞ്ചാരികളിൽ നിന്ന് കോക്ടെയിലുകൾ ചൂഷണം ചെയ്യുന്നതിലൂടെ ഇവ അറിയപ്പെടുന്നു. അമിതമായി കഴിച്ചാൽ മരണം വരെ സംഭവിക്കുന്ന സുഗന്ധവ്യഞ്ജനം? ജാതിക്ക, ഏലം, ഗ്രാമ്പൂ, കുരുമുളക്. ഉത്തരം ജാതിക്ക. ജാതിക്കയിൽ മിറിസ്റ്റിസിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ അളവിൽ കഴിക്കുമ്പോൾ വിഷബാധയ്ക്ക് കാരണമാകും. ഏത് പഴം കഴിച്ചാൽ കൊതുക് കൂടുതൽ കടിക്കും? ആപ്പിൾ, ചെറി, വാഴപ്പഴം, പേരയ്ക്ക. ഉത്തരം വാഴപ്പഴം. വാഴപ്പഴവും അവോക്കാഡോയും മാത്രമല്ല കൊതുകുകളെ ആകർഷിക്കുന്നത്, എന്നാൽ പ്രധാനം ഇവ രണ്ടുമാണ്. രണ്ടിലും പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം കഴിക്കുന്നത് ലാക്റ്റിക് ആസിഡിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് നയിക്കുന്നു. ഇത് കൊതുകുകളെ ആകർഷിക്കുന്ന ഒരു കാന്തം കൂടിയാണ്. ഇക്കിൾ ഉണ്ടാകുന്നത് നിർത്താൻ വായിൽ ഇടേണ്ടത്? ഗ്രാമ്പൂ, നെയ്യ്, നെല്ലിക്ക, പഞ്ചസാര. ഉത്തരം പഞ്ചസാര. പഞ്ചസാരയുടെ തരികൾ തൊണ്ടയെ പ്രകോപിപ്പിക്കുകയും വാഗസ് നാഡികളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഹിക്കപ്സ് റിഫ്ലക്സുകളെ തടയുകയും സ്പാസുകൾ നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. മീനുകൾ കുറച്ച് കഴിക്കേണ്ടുന്നത് ഏത് കാലാവസ്ഥയിലാണ്? വേനൽ, മഴ, വസന്തം, മഞ്ഞ്.
ഉത്തരം മഴ. മഴക്കാലത്ത് മത്സ്യം കുറച്ച് കഴിക്കാൻ ശുപാർശ ചെയ്യുന്നു. കാരണം മലിനീകരണ സാധ്യതയും ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നു എന്നതാണ്. മഴക്കാലത്ത് മത്സ്യങ്ങൾ മലിനമായ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ സാധ്യതയുണ്ട്. പ്രജനനവും പ്രിസർവേറ്റീവുകളുടെ ഉപയോഗവും കാരണം അവയുടെ ഗുണനിലവാരം മോശമാകാനും സാധ്യതയുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.